ഹായ് ഹലോ നമസ്കാരം സാൻഡി എൽമലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വിഭവമാണ് ഒമേഗ 3 ബീറ്റാ സിക്കറി. പോകാം വീഡിയോയിലേക്ക്. അപ്പം നമ്മുടെ പ്രധാന സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലിക്ക, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, നമ്മുടെ സവാള ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ ഒമേഗ 3 ബീറ്റാ സി കറി ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ പ്രധാന സാധനം എന്ന് പറയുന്നത് ഒമേഗയായ മത്തിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലോണം എല്ലാം നുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പെഷ്യൽ രീതിയിലാണ് നമ്മൾ ഈ ഒമേഗ 3 ബീറ്റാ സി കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കുനുകുന അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മളൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ആവശ്യത്തിന് എണ്ണ ഞാനിവിടെ എടുത്തിരിക്കുന്ന സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആസ്തിക്കനുസരിച്ച് എടുക്കാം. ഏത് ഓയിലാണെന്ന് വെച്ചാൽ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഓരോരോ വിഭവങ്ങളുടെ അതായത് കിട്ടുന്ന മത്തിയുടെ അതിനനുസരിച്ചാണ് നമ്മൾ അതിൻ്റെ ഇതൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ചായതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പോൾ നുറുക്കി വെച്ചിരിക്കുന്ന എല്ലാ സാധനവും എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കടുവറ. അപ്പോൾ ഇത് നല്ലോണം വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ ഇതിനകത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വൈറ്റമിൻ സി ആയ നമ്മുടെ നെല്ലിക്ക ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ചിലർ ഇതിനകത്ത് അടിച്ച് ചേർക്കുന്നു. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചേർക്കുന്നത്. വേഗം വഴന്നു വരാൻ വേണ്ടിയിട്ട് നല്ലോണം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല പദം വരണം. നടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കണ്ടോ ഈ പരുവത്തിന് നമ്മൾ നന്നായി വേവിച്ചെടുക്കണം. കാരണം പിന്നെയും കടന്നിട്ട് വേവിക്കാനുള്ള ബുദ്ധിമുട്ട് കരുതിയല്ല. പക്ഷെ അത് ആ പദം വരുമ്പോൾ എണ്ണയിൽ കിടന്ന പദം വരുമ്പോഴാണ് നെറ്റ് നല്ല ടേസ്റ്റായിട്ട് വരുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ഉലുവാപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. അപ്പോൾ കുറച്ച് പ്രോസസ്സുകൾ വേഗം കണ്ണടച്ച് തീരുന്നതിന് മുമ്പേ നല്ലൊരു കറി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു നല്ലൊരു കറി നമുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ആവശ്യത്തിന് വെള്ളം, നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ വെള്ളം ആവശ്യമുള്ളത് അല്ലെങ്കിൽ ചാറ് ആവശ്യമുള്ളത് നിങ്ങൾ അതനുസരിച്ച് വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് തിളച്ച് വരുമ്പോഴാണ് നമ്മളെ ഒമേഗ 3 ആയ മത്തി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. വേഗത്തിൽ ആർക്കും, ഏത് സ്ത്രീക്കും പുരുഷനും എവിടെ ഇരുന്ന് പാചകം അറിഞ്ഞൂടാത്ത ഏത് വ്യക്തികൾക്കും ഒന്നും ഉണ്ടാക്കാം. പുളിയില്ലാതെ നമുക്ക് പുളിയുള്ള നെല്ലിക്ക വെച്ചിട്ട് ഒമേഗ 3 വൈറ്റമിൻ സി കറി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ഉണ്ടാക്കി നോക്കൂ. വളരെ ടേസ്റ്റ് ഉള്ളതാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. മറന്നു പോകരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കമൻറ്റ് ചെയ്യുക, ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും ഒരു അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.